നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ജീവിതം നശിപ്പിച്ചത് അവളാ. നിന്റെ കൈകൊണ്ട് തന്നെയാവണം അവള് മരിക്കേണ്ടത്. ഏയ് അർച്ചനയൊന്നുമല്ല. പിന്നെ ആതിരയാണോ? അല്ല. അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെ ഇത് തുടരാനാ എന്റെ തീരുമാനം. എനിക്ക് അവനെ വേണം നന്ദേട്ടാ. അവനില്ലാതെ എനിക്ക് പറ്റില്ല. എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ നന്ദേട്ടന്റെ കാല് പിടിക്കാം. എന്റെ ധനുഷിനെ ശിക്ഷിച്ച് അവൻ തിരികെ ജയിലിലെത്തുന്നതിന് മുമ്പ് നന്ദേട്ടന്റെ സ്നേഹമോൾ ആത്മഹത്യ ചെയ്യും. ഇത് മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ പറയുന്നതല്ല. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഹലോ, സന്ധ്യ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? അല്ല, വീട്ടിലാ. എന്തു പറ്റി? ശബ്ദമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? എനിക്ക് സന്ധ്യ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. നാളെ ഒന്ന് ഫ്രീ ആവോ? കാണാം. അത്യാവശ്യ കാര്യം വല്ലതാണെങ്കിൽ ഫോണിൽ കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞോ. ഇതങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല സന്ധ്യ. വലിയൊരു കാര്യത്തിൽ തന്റെ അഭിപ്രായം അറിയാനാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിയോ തെറ്റോ എന്നറിയാതെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമല്ലോ എല്ലാ മനുഷ്യർക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്നെ അത്രയും മനസ്സിലാക്കുന്ന തന്നോട് തന്നെ ചോദിക്കാന്ന് കരുതി. സംശയത്തോടെയാ ഞാൻ വിളിച്ചത്. പക്ഷേ എന്റെ ശബ്ദം നിടറിയപ്പോ എന്തു പറ്റിയെന്ന് ചോദിച്ച ആളോടല്ലാതെ ഞാൻ മറ്റാരോടാ എന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു കാര്യത്തിൽ ഞാൻ അഭിപ്രായം ചോദിക്കുന്നത്? രാവിലെ കാണും, അപ്പൊ സംസാരിക്കാം നമുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നന്ദൻ എപ്പോഴാന്ന് വെച്ചാ വിളിക്ക്. അതിന് സമയമൊന്നും നോക്കണ്ട. താങ്ക്സ്. നീ ഉറങ്ങിയില്ലേ? ഉറക്ക അതൊക്കെ നഷ്ടപ്പെട്ട് എത്രയോ കാലമായി. എന്നെ സമാധാനിപ്പിച്ച് ഉറക്കാനാണോ ഏട്ടത്തി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എങ്കി അത് വേണ്ട. അതിന് ശ്രമിച്ച് നന്ദേട്ട ഇപ്പൊ തോറ്റു പുറത്തോട്ട് പോയതേ ഉള്ളൂ. എന്നെ സമാധാനിപ്പിക്കാൻ ഇപ്പൊ ഒറ്റൊരാൾക്കേ പറ്റൂ. ആ ആളാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ കുടിച്ചു 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 ബോധം പോവും. അപ്പൊ ഞാൻ എന്റെ ധനുഷിനെ കാണും. കണ്ണ് നേരെ കാണും. മതിയാവോളം ഞങ്ങൾ സംസാരിക്കും. ഇതെനിക്ക് തന്നതിന് ഏട്ടത്തിയോടെ എനിക്ക് വളരെ നന്ദിയുണ്ട്. നീ നേരത്തെ എന്താ പറഞ്ഞത്? നന്ദേട്ടൻ ഇവിടെ വന്നിരുന്നോ? അതെ, വന്നിരുന്നു. എന്നോട് പറഞ്ഞു ധനുഷിനെ മറക്കാൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പറ്റില്ലെന്ന് മാത്രമല്ല, അവന് പുറത്തിറക്കി തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയൊന്നും പറഞ്ഞു. നന്ദേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. മനസ്സിൽ തട്ടിയ. നന്ദേട്ടൻ തിരിച്ചു നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. മോളെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക. അവനെ നിനക്ക് ഇനിയും വേണോ? വേണം.
വേണം വേണം. ഇനിയാണ് അവനെ ശരിക്കും എനിക്ക് വേണ്ടത്. കൊല്ലും ഞാൻ അവനെ. സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും. അതെനിക്ക് അവനോടുള്ള പ്രതികാരം. എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നതിനുള്ള മധുര പ്രതികാരം. ഞാനും ധനുഷും ഞങ്ങളുടെ പിള്ളേരും കൂടെ നല്ല രീതിയിൽ ജീവിക്കും. ജീവിച്ച് കാണിച്ചു കൊടുക്കും. ഞങ്ങളെ ദ്രോഹിച്ചവരുടെ മുന്നിൽ അന്തസ്സായിട്ട്, ഇങ്ങോട്ട് നോക്കേട്ടത്തേ, നല്ല അന്തസ്സായിട്ട് ജീവിക്കും. ഏട്ടത്തിയോട് ഞാനൊരു സത്യം പറയട്ടെ. ഏട്ടത്തി ആരോടും പറയരുത്. എന്താ? നീ പറയേ, ഞാനാരോടും പറയില്ല. ഉറപ്പാണോ? അതെന്താ മോളെ, നിനക്ക് ഏടത്തെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? നീ പറയേ. ഞാൻ ഒരാളെ കൊല്ലും. അതും മനസ്സിൽ വെച്ചാ ഞാനിപ്പോ ജീവിക്കുന്ന. അർച്ചനയാണോ? അവളെ കൊല്ലണം. നിന്റെ ജീവിതം നശിപ്പിച്ചത് അവളാ. നിന്റെ കൈകൊണ്ട് തന്നെ ആവണം അവള് മരിക്കേണ്ടത്. അർച്ചനയൊന്നുമല്ല. പിന്നെ ആതിരയാണോ? അല്ല. പിന്നാരെയാ? അവനെ, ധനുഷിന്. സ്നേഹിച്ചിട്ടായിരിക്കും. അതെ. ഏടത്തിക്ക് എങ്ങനെ മനസ്സിലായി? നേരെ ഒരുപാടായി. നീ കിടന്നുറങ്ങ്. ഇതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എനിക്കുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അതാണ് സന്ധ്യയോടുകൂടി ചോദിച്ച് ഒരു തീരുമാനത്തിലെത്താന്ന് കരുതിയത്. നന്ദൻ എന്തോ എന്നോട് പറയാം. ഒരു പരിധിവരെ ഞാനതിൽ അഭിപ്രായം പറയുകയും ചെയ്യും. അതുകൊണ്ട് എന്താണെങ്കിലും നന്ദൻ പറ. ഇന്നലെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. അവൻ തിരികെ ജയിലിലെത്തുന്നതിന് മുമ്പ് നന്ദേട്ടന്റെ സ്നേഹമോൾ ആത്മഹത്യ ചെയ്യും. ഇതിൽ ഞാനെന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല. ധനുഷിനോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്കാവില്ലെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.